ചെയ്തിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. അഷറഫ് കിരാലൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം അന്ന് എനിക്ക് പരിചയമുള്ള അല്ല, ഗൾഫിൽ നിന്നും എനിക്ക് ഫോൺ വിളിക്കുകയാണ്. റഷീദ്, നിങ്ങളുടെ ഷോർട്ട് ഫിലിമുകൾ ഞാൻ കാണാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നാട്ടിൽ വന്നാൽ എന്നെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ എന്ത് ചിലവ് വരും? ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, നാട്ടിലേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യാം, എനിക്ക് 1,00,000 രൂപ ഉടനെ അയച്ചു വിടണം, ടിക്കറ്റ് ചാർജും വേണമെന്ന് വെറുതെ ജാട കാട്ടിയതാ. അതാണ് വഴി എന്ന് പറഞ്ഞത്. ആ മനുഷ്യൻ 3-ാമത്തെ ദിവസം എനിക്ക് പൈസ തന്നു. 1,00,000 രൂപയാണ് കക്ഷി അയച്ചു തന്നത്, ടിക്കറ്റും തന്നു. അങ്ങനെ ഞാൻ ഷാർജയിലേക്ക് പോവാണ്. ഷാർജയിൽ വെച്ചിട്ടാണ് ഇയാളെ ആദ്യമായിട്ട് കാണുന്നത്. അയാളെ ഒരു റൂമിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ മാത്രം അഭിനയിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, കനൽ എന്ന് പറഞ്ഞിട്ട്. അതിനാണ് ഡയലോഗുള്ളൊരു ഷോർട്ട് ഫിലിം വന്നത്. പക്ഷെ ഒരുപാട് അവാർഡുകൾ അതിന് കിട്ടി. അങ്ങേർക്കും കിട്ടി, എനിക്കും കിട്ടി. അപ്പോ അദ്ദേഹവും അത് ചെയ്ത ക്യാമറമാനൊക്കെ പറഞ്ഞു, ഇനി ഷോർട്ട് ഫിലിം ചെയ്യാതെ വലിയ സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ തയ്യാറാണ്, കാരണം അത്യാവശ്യം എനിക്കൊരു ധാരണ കിട്ടിക്കഴിഞ്ഞു. ദുബൈയിൽ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദുബൈയിൽ ഞാൻ അനുഭവിച്ച ഒരു ജീവിതമുണ്ട്, ഒരു തക്കാളിത്തോട്ടത്തില്. ആ ജീവിതത്തെ ഞാൻ സ്ക്രിപ്റ്റാക്കി ഇവർക്ക് കാണിച്ചു കൊടുക്കുകയും അതങ്ങ് സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ സിനിമ വന്ന് സമീർ എന്ന പേരിലെ സിനിമ. അതായത് നമ്മുടെ ഈ ആടുജീവിതത്തില് ഉള്ള ഒരു ട്വിസ്റ്റ് പോലെ തക്കാളിത്തോട്ടത്തിലെ ഒരു ട്വിസ്റ്റാണ് സമീർ ആയത്. സമീർ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. ആ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മാത്രമല്ല, ആ വർഷത്തെ പ്രേം നസീർ പുരസ്കാരം, അതുപോലെ ഈ ഹൈദരാബാദിലെ സുമൻ TV അവാർഡ്, അതിനൊക്കെ അത് അംഗീകരിക്കപ്പെട്ടു. മാത്രമല്ല ദേശീയ തലത്തിൽ ഫൈനൽ റൗണ്ടിൽ ദേശീയ അവാർഡിന്റെ അറ്റം വരെ, അവസാന റൗണ്ട് വരെ 2ാം സ്ഥാനം നിലനിർത്തി പോയൊരു സിനിമയാണ്. പക്ഷെ അത് പുതുമുഖം ആണ് അഭിനയിച്ചത്. പിന്നെ വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇറങ്ങിയ സമയത്താണ് കോവിഡ് വന്നത്. അപ്പൊ പിന്നെ തിയേറ്ററിലൊക്കെ അത് നിന്നു. പക്ഷെ എങ്കിലും ആദ്യത്തെ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ അതിലാണ് മഴ ചാറും ഇടവഴിയിൽ. അതെ, ഇന്ന് ഓരോ മഴ വരുമ്പോഴും നമ്മള് കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ പാടി നടക്കുന്ന ഒരു പാട്ടാണ് മഴ ചാറും ഇടവഴിയിൽ എന്നുള്ള പാട്ട്. അത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, സമീറിന്റെ പാട്ട്. അത് ആ പാട്ട് സമീറിന് വേണ്ടി എഴുതിയതാണ്? അല്ലല്ല, അത് ഒരുപാട് വർഷം മുമ്പ്, അത് വേറെ ചരിത്രമാണ്. ചരിത്രങ്ങൾ ഒരുപാട്. ഞാന് ഈ പാരഡി പാട്ടുകളിൽ നിന്നാണ് പാട്ടുകൾ എഴുതാൻ തുടങ്ങിയത്. നമ്മുടെ കലാഭവൻ നവാസ്, ഇപ്പൊ മരണപ്പെട്ട നമ്മുടെ പ്രിയ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, ഞാനൊരു 4 വരി എഴുതി ഒരു പാരഡി പാട്ട് എഴുതിയിട്ട് കൊടുത്തപ്പോൾ കക്ഷി അത് ഫിലിമി തമാശ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാമിനെ അവതരിപ്പിച്ചിട്ട് പിന്നെ എന്നോട് പറയണ പാട്ടുകൾ എഴുതാൻ പൈസയും തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 160ഓളം പാട്ടുകളാണ് ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് എഴുതാൻ തുടങ്ങിയത്. ഏഷ്യാനെറ്റിന്റെ 100ാമത്തെ ദിവസം ഈ പരിപാടിയിൽ ആരാണ് പാട്ട് എഴുതുന്നതെന്ന് ചോദ്യം വന്നിട്ട് എന്നെ അദ്ദേഹം പരിചയപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഞാൻ HNC-ക്കാര് അതിന് സെലക്ട് ചെയ്തിട്ട് 100 പാട്ടുകൾ ഒരു പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിച്ചു. 10 രൂപ വരുന്നൊരു പുസ്തകം ഉണ്ടല്ലോ ട്രെയിനിലൊക്കെ കിട്ടുന്നത്, അതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. പറഞ്ഞു വരുന്നത്, പാരഡി പാട്ടുകൾ എഴുതി ഈ 160 പാട്ട് അവിടെ എഴുതുമ്പോൾ വേറെ 160 പാട്ട് ഇദ്ദേഹം സെലക്ട് ചെയ്യാതെ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പൊ ഞാൻ ഒരു വലിയൊരു പുസ്തകത്തിൽ അന്നത്തെ സമയത്ത് മലയാളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഞാൻ കൊന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സറ്റയർ എന്നുള്ള രീതിയിലാണ്, ആക്ഷേപഹാസ്യം, അങ്ങനെയാണ് എഴുതിയത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കണ്ണുനീർ വറ്റിയിട്ടും സീരിയൽ കാണുന്ന അമ്മ പെങ്ങന്മാരെ അഭിനന്ദനം, ആ പാട്ടില്ലേ, പുരാണ പൈങ്കിളി കഥകളിരമ്പും സ്വീകരണ മുറിയിലെ പെട്ടി, TV ഒരു കണ്ണീരു നിറച്ചുള്ള പെട്ടി, കാണരുത് കണ്ടു കുടുങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ നവാസ് വളരെ മനോഹരമായിട്ട് വിദേശത്തും നാട്ടിലൊക്കെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഓരോ കണ്ടന്റുകളായിരുന്നു. ഈ പാട്ടുകളൊക്കെ എഴുതിയത് റഷീദ് പാറക്കല എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ലെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അതിപ്പോ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പല പാട്ടുകളും എഴുത്തുകാരെ ആരാന്നൊന്നും ശ്രദ്ധിക്കില്ല. ഇപ്പൊ കലാഭവൻ മണിയുടെ പാട്ട് തന്നെ വേറെ ആൾക്കാരെ എഴുതിയിരുന്നത് എന്ന് കുറച്ചു പേരല്ലേ ശ്രദ്ധിച്ചു. ആരുടെയും കുറ്റമൊന്നുമല്ല, നമ്മളിപ്പോ അത് ആരാണ് അവതരിപ്പിക്കുന്നത് എന്ന് നോക്കുന്നു മാത്രം.
ശരിക്കും അത് എഴുതിയ ആളെ ശരിക്കും ശ്രദ്ധിക്കണ്ടേ എഴുതി. അതിപ്പോ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഇതിപ്പോ ഒരു സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ എന്നൊക്കെ അല്ലാതെ അതിന്റെ പിറകിലെ ഡയറക്ടർമാരെ വളരെ അപൂർവം പേരല്ലേ ശ്രദ്ധിക്കുക. അതിന്റെ തിരക്കഥാകൃത്ത് ആരാന്നോ, അത് ഉരുവം കൊണ്ടത് എവിടുന്ന ആദ്യം ഒരു എഴുത്തുകാരന്റെയാണ്. എത്ര എഴുത്തുകാരെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ പ്രസന്റ് നമ്മൾ കാണുന്നവരെയല്ലേ ശ്രദ്ധിക്കുക. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണത്. അത് ഞാൻ ഇപ്പോ വേറൊരു ഹിറ്റായ ഒരു പാട്ടിന്റെ എഴുത്തുകാരൻ ആരാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആരാന്ന് ചോദിക്കില്ലേ. അത് പാട്ട് പാടിയത് ആരാന്ന് ചിലപ്പോ മനസ്സിലായിരുന്നത്. റഷീഖ, ഇപ്പൊ നമ്മളിപ്പോ എങ്കക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരതൻ, PN മേനോൻ, അതുപോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒരുപാട് വലിയ വലിയ കലാകാരന്മാര് മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത നാടാണ്. അപ്പൊ ആ നാട്ടുകാരൻ എന്ന നിലയിൽ അവരെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പറയുന്ന പോലെ ഭരതേട്ടനെ നമുക്കൊക്കെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സിനിമയുടെ ഫ്രെയിമുകൾ ഇഷ്ടമാണ്. ഞാന് അത് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന അറിയില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ഭരതേട്ടന്റെ. വളരെ നല്ല കാര്യമാണ് അല്ലേ? അത് 2 തരത്തിലാണ്. ഒന്ന്, ഞാൻ ചിലയിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കുസൃതി പോലെ, മറ്റാരും പോകാത്തൊരു യാത്ര ഭരതേട്ടൻ്റെ ഒപ്പം ഞാൻ പോയി.